കർത്താവിൻ്റെ രണ്ടാം വരവ് കെട്ടുകഥയല്ല. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31-ാം വചനത്തിൽ ഈശോ പറഞ്ഞു. എന്താ ഈശോ പഠിപ്പിച്ചത്? ഇത് ഈശോയുടെ വചനമാണ്. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടുകൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. ഇത് കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ് ആണ്. എല്ലാ സകല ദൂതന്മാരോടുകൂടി മഹത്വത്തിൽ കർത്താവ് എഴുന്നള്ളുമ്പോൾ കൊണ്ട് മഹത്വത്തിൽ രാജാതിരാജാവായ കർത്താവ് എഴുന്നള്ളും സഹോദരൻ. അതിന് തൊട്ടു മുൻപുള്ള കരുണയുടെ സമയത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഈ കാലത്തിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കി അനുതാപത്തോടെ മാനസാന്തരത്തോടെ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നതിൻ്റെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം സഹോദരങ്ങൾ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 24-27 വീണ്ടും ഈശോ പറഞ്ഞു. എന്താ ഈശോ പറഞ്ഞത്? ഈശോ പഠിപ്പിക്കുകയാണ്. മനുഷ്യപുത്രന്റെ ആഗമനം എങ്ങനെയായിരിക്കും? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പായുന്ന മിന്നൽ പിണർ പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി നാഥൻ വരും. നനയ്ക്കാത്ത നേരത്ത് മിന്നൽ പിണർ പോലെ വീണ്ടെടുപ്പീനായി യേശു വരും. യേശു വരും. അതിനൊരുക്കമായിട്ടാണ് തൻ്റെ കരുണ ഈ ലോകത്തിന് സമ്മാനമായി ഈശോ നൽകിയിരിക്കുന്നത്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. സ്തുതിക്കുന്ന കർത്താവേ, ഒഴുകട്ടെ 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 ഒഴുകട്ടെ. യോഹന്നാൻ സ്ലീഹ ആത്മാവിൽ കാണുകയാണ്. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വചനത്തിൽ എന്താ യോഹന്നാൻ സ്ലീഹ പറയുന്നത്? ഇതവൻ മേഘങ്ങളുടെ അകമ്പടിയോട് ആഗതനാകുന്നു, ഓരോ മിഴിയും അവിടത്തെ കാണും. അവന് കുത്തിമുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും അവനെ ദർശിക്കും. കർത്താവിനെ ദർശിക്കും. ആമേൻ. മേഘങ്ങളുടെ അകമ്പടിയോടുകൂടി രാജാതി രാജാവായ കർത്താവ് ആഗതനാകുകയാണ്. ഓരോ മിഴി അത് കാണും. സകല മനുഷ്യരും, എല്ലാ മനുഷ്യരും കർത്താവിൻ്റെ ആ മഹത്വപൂർണമായ രണ്ടാം വരവ് ദർശിക്കും. അത് ലൈവ് ടെലികാസ്റ്റിംഗ് ആണ്. പ്രത്യേകിച്ച് മീഡിയയുടെ ആവശ്യമില്ല, സാറ്റലൈറ്റിൻ്റെ ആവശ്യമില്ല. സ്വർഗം നേരിട്ട് അത് ടെലികാസ്റ്റ് ചെയ്യാണ്, സംപ്രേഷണം ചെയ്യാണ്. ഈ ഈശോയുടെ സെക്കൻഡ് കമ്മിങ്, ആ രണ്ടാം വരവ്, പ്രത്യാഗമനം വളരെ ലൈവായി ടെലികാസ്റ്റിംഗ് ആണ്. പരിശുദ്ധ വചനം പറയുന്നു, ഓരോ മിഴിയും അത് കാണും. എന്ത് കാണും? കർത്താവിൻ്റെ പ്രത്യാഗമനം. രാജാതി രാജാവായി തൻ്റെ പരിശുദ്ധന്മാരോടുകൂടെ വാനമേഘങ്ങളിൽ കർത്താവ് ആഗതനാകുന്നത് എല്ലാ ജനതകളും ദർശിക്കും. സകല മിഴികളും അത് കാണും. ആമേൻ 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 എന്ന് പരിശുദ്ധ വചനം പറയാ. അത് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അതാർക്കും മാറ്റാൻ പറ്റില്ല. ഒരു കോടതിക്കും ഒരു ഗവൺമെന്റിനും ഈ ലോകത്തിൽ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഈ വിശ്വാസ സത്യം, ഈ പരിശുദ്ധ വചനം മാറ്റുവാൻ സാധ്യമല്ല. ഇത് മുദ്രിത വചനമാണ്, മുദ്ര ചെയ്യപ്പെട്ട വചനമാണ്. സഹോദരങ്ങളെ, ദൈവ കരുണയുടെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ കരുണയിലേക്ക് ലോകം മുഴുവനെയും കൊണ്ടുവരേണ്ടതിൻ്റെ, ഒരാത്മാവിനെയും സമർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി നമ്മൾ ദൈവകരുണയുടെ പ്രേക്ഷിതരായി, പ്രഘോഷകരായി മാറണം. ഇത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കർത്താവിൻ്റെ ആഗ്രഹമാണ് സഹോദരങ്ങളെ. ഇന്ന് അനേകർക്ക് ഇതൊരു പുച്ഛമാണ്. കർത്താവിൻ്റെ പ്രത്യാഗമനം എന്നൊക്കെ പറയുമ്പോൾ ഒരു തമാശയാണ്. കാരണം ഈ വിശ്വാസ സത്യത്തെ ഒരുപാട് ഇന്ന് പിശാച് വളച്ചൊടിച്ച് ജനഹൃദയത്തിൽ നിന്ന് ഈ വിശ്വാസ സത്യത്തെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അനേകരുടെ അവിവേകവും തെറ്റായ പഠനങ്ങളും സഭയ്ക്ക് വിരുദ്ധമായ ആശയങ്ങളും സത്യവിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രബോധനങ്ങളൊക്കെ പറഞ്ഞ്
ഒരുപാട് ആശയക്കുഴപ്പം സൃഷ്ടിച്ച ഒരു വിശ്വാസ സത്യമാണ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം. എന്നാൽ ഇത് സത്യമാണ് സഹോദരങ്ങളെ. സംശയിക്കരുത്, പുച്ഛിക്കരുത്, നമ്മളിതിനെ അവമാനിക്കരുത്, കളിയാക്കരുത്. പരിശുദ്ധ വചനം എന്താ പറയുന്നത്? പത്രോസ്ലീഹ സഭയെ പഠിപ്പിക്കുകയാണ്. താൻ എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 4-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധാപൂർവ്വം ആ വചനം ഉച്ചത്തിൽ വായിച്ച്. അവർ പറയും, അവന്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം എവിടെയാണ് അവന്റെ പ്രത്യാഗമനത്തെക്കുറിച്ചുള്ള വാഗ്ദാനം? കർത്താവ് വീണ്ടും വരാനൊന്നും പോകുന്നില്ല. ഒത്തിരി നാളുകളായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സംഭവ വികാസങ്ങളും നമ്മളിന്ന് കാണുന്ന ആനുകാലിക വിഷയങ്ങളും കാലത്തിൻ്റെ അടയാളങ്ങളൊന്നും ഇതൊക്കെ നോർമലായി സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. കർത്താവൊന്നും വരാൻ പോകുന്നില്ല. ഇതൊക്കെ മണ്ടനാശയങ്ങളാണ്, ബുദ്ധിമോശമാണ്, വിവരമില്ലാത്തവര് അടിച്ചുവിടുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് സംശയിക്കും, അനേകർ ആശയക്കുഴപ്പത്തിലാക്കും. കർത്താവിൻ്റെ പ്രത്യാഗമനം എവിടെയെന്നവർ ചോദിക്കും. ഈ തലമുറയിൽ ആയിരങ്ങളല്ല 10,000 ചോദിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ആഗമനം, അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന് പറഞ്ഞ് ഇതിന് നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന ദൈവനിന്ദകരെ നമ്മൾ ആ കൂട്ടത്തിൽ എണ്ണപ്പെട്ടു പോകരുത് സഹോദരങ്ങളെ. അവരെല്ലാം കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിക്കണം. നമ്മൾ കർത്താവിൻ്റെ കരുണകടയിൽ മുക്കി പ്രാർത്ഥിക്കണം. മരിയ ഫൗസ്റ്റീനോട് ഈശോ പറഞ്ഞു, എൻ്റെ കരുണയിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഒരു ആത്മാവ് പോലും നശിച്ചു പോകാൻ ഞാൻ അനുവദിക്കുകയില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ആത്മാവ് പോലും നശിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കില്ല. ആരെല്ലാം ആ കരുണയിലേക്ക് ഏൽപ്പിക്കപ്പെടുന്നു അവരെല്ലാം കർത്താവ് രക്ഷിക്കും സഹോദരങ്ങളെ. ആ കുടുംബങ്ങളെ രക്ഷിക്കും, ആ സമൂഹങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അവരെത്ര കഠിന മാരക പാപികളാണെങ്കിലും അവർക്ക് അനുതാപം കർത്താവ് കൊടുക്കും, മാനസാന്തര കൃപ കർത്താവ് നൽകും. അപ്പോൾ കർത്താവിൻ്റെ 2ാം വരവ്, സെക്കൻഡ് കമ്മിങ്, അതൊരു കെട്ടുകഥയല്ല.